ഡിഫറൻ്റ് ആയിട്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. പരിപ്പ് കറിയല്ല, ഒറിജിനലി ഇതൊരു മീലാണ്. നമ്മളിതിന് അത്യാവശ്യമായിട്ട് ഞാനിത് ഈ എണ്ണ തേച്ച തോരപ്പരിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണെങ്കിൽ ഇതെടുത്താൽ മതി, ഇല്ലെങ്കിൽ പരിപ്പാണെങ്കിലും മതി. അതിന് ഞാൻ ഈ പച്ചക്കടല എടുത്തിട്ടുണ്ട്. പച്ചക്കടല ഇത് ഞാൻ ഇന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളിയെ ഒരു സവോള ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് 2 പച്ചമുളകുണ്ട്. പിന്നെ കരിയാപ്പിലയും മല്ലിയിലയും നമുക്ക് നല്ലതുപോലെ ഇടണം. മസാല ചെറിയ സ്പൂണും മഞ്ഞൾ പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ പരിപ്പിന് സാധാരണ നമ്മൾ കുടംപുളി ഇടുന്നത്, വാളംപുളിയല്ല, ഈ കുടംപുളി ചെറിയതായിട്ട് ഞാൻ 2 കഷ്ണം കീറി വെച്ചിരിക്കുന്നതാണ്. ഇത് കായം വേണം. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ പരിപ്പ് ആദ്യം നമ്മൾ ഇത് കഴുകി കുക്കറിനകത്ത് നല്ലതുപോലെ വേവിച്ച് കഴിഞ്ഞിട്ട് ആ പരിപ്പൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കി പരത്തി നമ്മൾ പച്ചയ്ക്ക് തന്നെ ചപ്പാത്തി അതിനകത്ത് ഇട്ട് കട്ട് ചെയ്ത് വേവിക്കും. ആദ്യം ഞാൻ ഈ പരിപ്പ് കഴുകി കുക്കറിൽ വേവിക്കാം, ബാക്കി പിന്നെ കാണിക്കാം. ഇത് ഞാൻ പരിപ്പ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ ഇത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സ്ലോയിൽ നമ്മളൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് നമുക്ക് നല്ല ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ചെറിയ മധുരം ഉണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഈ പരിപ്പൊന്ന് വേവിച്ച് ഉടച്ചെടുക്കാം. നമുക്ക് ഈ പരിപ്പ് വേവുന്ന സമയത്ത് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പച്ചക്കടല ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അത് വറുത്തെടുത്തേച്ച് വേണം ബാക്കി നമുക്ക് മസാല ചേർക്കാൻ. ഒത്തിരി ഫ്രൈ ആവണ്ട, ഒരു മീഡിയമായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ കടല ഇപ്പം നമ്മുടെ ഇത് കണ്ട പൊട്ടുന്ന കേൾക്കാവോ? ഇപ്പോൾ സമയത്ത് നമുക്ക് ഇത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി മസാല ചേർക്കാം. ആദ്യം ഞാൻ ഈ കടല കോരി എടുക്കുവാണ്. ഞാൻ 1 സ്പൂൺ എണ്ണയും കൂടി ആ കടല വറുത്തതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടുക് പൊട്ടിക്കാം. ആദ്യം കടുക് പൊട്ടിട്ട് കടുക് നമ്മുടെ പൊട്ടിട്ടുണ്ട്. ഞാൻ ഈ സവോളയും ടൊമാറ്റോ ഇതിനകത്ത് വഴറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടെ എടുത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നിട്ട് നമുക്ക് മഞ്ഞൾ പൊടി ചേർക്കാം. നമ്മുടെ മസാല മൂക്കുന്ന നേരത്തിന് ഞാൻ ഇത് കാണിക്കാം. നമ്മൾ ഈ ചപ്പാത്തി ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഒത്തിരി കട്ടി കുറയ്ക്കണ്ട. ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ പരിപ്പിനകത്തോട്ട് ചേർക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഒരുപാട് കട്ടി കുറയ്ക്കണ്ട. അത് നമ്മൾ പരിപ്പിനകത്തിട്ട് വേവിക്കാനുള്ളതല്ല, അങ്ങ് വെന്തോളും. പിന്നെ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ഇത് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പിന്നെ ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ സവോള ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ചെറിയ സ്പൂണ് മഞ്ഞൾ ചേർക്കുകയാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിന്, മഞ്ഞൾ ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ 2 തണ്ട് കരിയാപ്പില ഈ മല്ലിയിലയും ചേർക്കാം. ഇനി ഞാൻ ഇത് ഈ പരിപ്പിനകത്തോട്ട് ചേർക്കുവാണ്. പരിപ്പിനകത്ത് ചേർത്തിട്ട് നമുക്കിത് വേവിക്കാം. ഇവിടെ പരിപ്പ് നല്ലതുപോലെ വെന്തിരിപ്പുണ്ട്. അത് ഞാൻ നല്ലപോലെ ഒന്ന് തവിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്യാം. സ്മാഷ് ചെയ്തിട്ട് നമുക്കിനി ബാക്കിയെല്ലാം കൂടെ വേറൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ ഈ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ബാക്കി ചപ്പാത്തിയൊക്കെ വേവിക്കാൻ അടുപ്പിൽ വെക്കാം. നമുക്ക് ഈ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തോട്ട് നമ്മുടെ മസാലയെല്ലാം ഇട്ട് നമുക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പായം കൊണ്ട് പെട്ടെന്ന് കുറുകും. ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടല വറുത്ത് വെച്ചിരിക്കുന്ന അത് ഇതിനകത്ത് ചേർക്കുവാണ്. അപ്പം തന്നെ ഈ കുടംപുളി നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഈ ചപ്പാത്തി നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇത് ഓരോരോ പീസായിട്ട് ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം.
ശർക്കര ചേർക്കുന്നവര് ഈ സമയത്ത് തന്നെ നമുക്ക് ശർക്കര ചേർക്കാം. ഞാൻ ചെറിയ 2 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചേർക്കുവാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സ്ലോയിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഈ പച്ച ചപ്പാത്തിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. നമുക്ക് സ്ലോയിൽ ഒരു 2 മിനിറ്റ് വെക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊന്ന് റെഡിയാണോ എന്ന് നോക്കാം. ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ ഇതുകൊണ്ട് വെന്തിട്ടുണ്ട്. ചപ്പാത്തി നല്ലതുപോലെ കിടക്കണം. നമ്മളിതൊരു മീലായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ചപ്പാത്തിയൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു സെർവിങ് ബൗളിലോട്ട് ഇത് മാറ്റാം. ഇവിടെ പരിപ്പ് നല്ല റെഡിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ആണെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതിന് വേറെ ഒന്നും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് ഡാൽ ധോക്ലി എന്നും പറയും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.